മോദി അതിവൈകാരികമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ഓച്ചിറ കടന്നു പോകുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് VS അച്യുതാനന്ദനെയും വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിരാമയാത്ര അല്പസമയത്തിനുള്ളിൽ ഓച്ചിറയിലേക്ക് എത്തും. ഓച്ചിറയുടെ ക്ഷേത്ര പരിസരത്തിന് മുന്നിലുള്ള റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇരു വശങ്ങളിലും റോഡിൽ നിന്ന് ആൾക്കാരെ, അണികളെ, പ്രവർത്തകരെയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കം റെഡ് വോളണ്ടിയർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അത് വിജയിക്കുന്നില്ല. കാര്യം അവർക്കൊക്കെ തന്നെ VSനെ കാണാൻ വേണ്ടി അവരുടെയൊക്കെ മനസ്സിൽ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സഖാവാണ്. പ്രായത്തിന്റെ ആധിക്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി, പ്രായാധിക്യം മൂലം അദ്ദേഹം 5 വർഷം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ VSന്റെ സ്ഥാനം എത്രയാണ്. VS അച്യുതാനന്ദന്റെ ആ ജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ആ ജീവൻ നഷ്ടമായെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് ഞങ്ങളിലൂടെയാണ് എന്ന് പറയുന്ന സഖാക്കളെയാണ് നമ്മൾ കാണുന്നത്. വളരെ ആവേശത്തോടുകൂടി ഇവർക്ക് ഉള്ളിലൊക്കെ ഒരു സങ്കടക്കടലാണ്. പക്ഷേ അവർക്ക് കരയാൻ കണ്ണീരില്ല, കരഞ്ഞാൽ കണ്ണീർ വരില്ല. കാര്യം VS സമര പോരാളിയാണ്, വിപ്ലവ പോരാളിയാണ്. ആ VS വിടവാങ്ങുന്ന സമയത്ത് കണ്ണീരോടുകൂടി VSനെ യാത്രയയക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തൊണ്ടമുട്ടുമാറുച്ചത്തിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ ഓരോ പ്രവർത്തകരും കാത്തു നിൽക്കുന്നത്. നേരത്തെ സംസാരിച്ച സഹോദരി പറഞ്ഞത് 7 മണിക്ക്, ഇന്നലെ വൈകിട്ട് 7 മണിക്ക് വന്നതാണ്. 7 മണിക്ക് വന്ന ശേഷം പിന്നീട് അവർ വീട്ടിലേക്ക് പോയിട്ടില്ല. വീട്ടിലേക്ക് പോകാതെ അവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തകരുണ്ട്, മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആൾക്കാരുണ്ട്. എന്താ നിങ്ങൾക്ക് VS എന്ന് പറയുന്ന ഒരു വൈകാരികത? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തില് VSനെ പോലെ ജനകീയനായ ഒരു നേതാവില്ല. ഇന്ത്യയിൽ ഒരു നേതാവിനും VSന് കിട്ടിയ പോലെ ഒരു അന്ത്യാഞ്ജലി കിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും VSനെ പോലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടി നിന്നൊരു നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ഇന്ത്യയിൽ ഒരു നേതാവിനും ഇതുപോലെ അന്ത്യാഞ്ജലി കിട്ടില്ല. അത്രയ്ക്ക് ജനകീയനാണ്. കൃഷ്ണപുരം പഞ്ചായത്തിലെ മുൻ മെമ്പർ കൂടിയാണ് അദ്ദേഹം. പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ വൈകാരികമായ ഒരു വിടവാങ്ങൽ കേരളത്തിൽ നമുക്ക് ചുരുക്കം ചില ആൾക്കാർ, ഇ.കെ. നായനാർ, EMS നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കാരുടെ ഒരു വിടവാങ്ങൽ നമ്മൾ മരിച്ചപ്പോഴും ഇ.കെ. നായനാർ മരിച്ചപ്പോഴും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ പറഞ്ഞവരൊക്കെ കഴുകന്മാരാണ്, കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവരെയൊക്കെ വിളിച്ചവർ. ഇപ്പോഴത്തെ VSും ഇനിയും ഉണ്ടാകും ഈ പാർട്ടിയിൽ ഇത്തരത്തിലൊരു തുടർച്ച എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഭാഗമായ CPM പ്രവർത്തകർ തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു യാത്രയപ്പ് ഇത് അവസാനത്തേതാണ്. ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ജനപ്രീതിയോ ഇത്തരത്തിലൊരു യാത്രയപ്പോ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണ്ട. ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സുകളിൽ ഇടം നേടാനുള്ള ഒരു പ്രാപ്തി മറ്റൊരാൾക്കുണ്ടോ എന്ന കാര്യത്തിൽ എല്ലാവരും ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. VS അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും, എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും മാരാരിക്കുളത്തെ തോൽവിയെ തുടർന്ന് വിജയം ആഘോഷിക്കാൻ ചേരിയിലുള്ള എതിർപക്ഷത്തുള്ളവർ ശ്രമിച്ചില്ല. കാരണം അവിടെ VSന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ VSന്റെ തോൽവിക്ക് മേലെ വിജയം ആഘോഷിക്കപ്പെട്ടാൽ അത് VSനെ എത്രത്തോളം വേദനിപ്പിക്കും, തകർക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് വിജയിച്ചവരാരും ആഘോഷിച്ചില്ല. VS അവിടെ നിന്നും വിട്ടുപോകുന്നത് വരെ അത്രയേറെ ബഹുമാനവും പരിഗണനയും കൊടുത്തു VSന്.